എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നല്ല അടിപൊളി ഒരു അപ്പത്തിൻ്റെ റെസിപ്പിയാണ് ചെയ്യുന്നത്. സാധാരണ നമ്മൾ വെള്ളയപ്പവും പാലപ്പവും ഒക്കെ തലേ ദിവസം മാവ് അരച്ച് വെച്ചതിന് ശേഷമാണ് നമ്മൾ ചെയ്തെടുക്കാറ്. പക്ഷേ ഈ അപ്പം ഉണ്ടാക്കിയെടുക്കാനായിട്ട് നമുക്ക് തലേ ദിവസം അരച്ച് വെക്കേണ്ട ആവശ്യമില്ല. രാവിലെ മാവ് അരച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു 20 മിനിറ്റിനുള്ളിൽ അപ്പം റെഡിയാക്കി എടുക്കാം. അപ്പോൾ നിങ്ങൾക്കിത് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ എന്തായാലും ട്രൈ ചെയ്യാൻ മറക്കരുത്. കൂടാതെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഈ റെസിപ്പി വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാൻ മറക്കല്ലേ. ആരെങ്കിലും നമ്മുടെ ചാനലിലേക്ക് ആദ്യമായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമ്മുടെ ഇൻസ്റ്റൻറ്റ് അപ്പം റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 1.5 കപ്പ് റവയാണ് എടുത്തിരിക്കുന്നത്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് വറുത്ത റവയാണ്. വറുക്കാത്ത റവയായാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ മൈദപ്പൊടി ചേർക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇതിന് പകരം വേണമെന്നുണ്ടെങ്കിൽ 3 ടേബിൾ സ്പൂൺ ഗോതമ്പ് പൊടി ആയാലും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഈസ്റ്റ് ചേർക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിക്കണം. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ചെറിയ ചൂടുവെള്ളമാണ്. ഒത്തിരി ചൂടില്ല, ചെറു ചൂടുവെള്ളമാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ 2.5 കപ്പ് വെള്ളമാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. കാരണം നമ്മൾ ഇതിനകത്തേക്ക് ഈസ്റ്റ് ചേർത്തിട്ടുണ്ടല്ലോ. അപ്പോൾ ഈസ്റ്റ് നന്നായിട്ടൊന്ന് ഫെർമെൻറ്റ് ചെയ്ത് വന്നെങ്കിൽ ചെറിയ ചൂടുവെള്ളം വേണം നമ്മൾ ഇതിനകത്തേക്ക് ഒഴിച്ച് അടിക്കാനായിട്ട്. അപ്പോൾ അത് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് നന്നായിട്ട് നല്ല ഫൈൻ പേസ്റ്റായിട്ട് ഇത് അരച്ചെടുത്തിട്ട് കൊണ്ടുവരാം. അപ്പോൾ അതാ ഞാനിവിടെ നന്നായിട്ട് അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിനി നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ ഏലക്ക പൊടിച്ചത് ചേർക്കുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഞാനിപ്പോൾ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ചേർത്തുന്നുള്ളൂ കേട്ടോ. അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ അതാ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിന് നമുക്ക് അടച്ച് വെച്ചിട്ട് ഒരു 20 മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ ഈ സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലേക്ക് വേണ്ട കറിയൊക്കെ റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഇനി ഒരു 20 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ അതവിടെ ഒരു 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ബാറ്റർ ഇതാ നോക്കൂ, ഇതേപോലെ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് ഫെർമെൻറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം. ഇനിയിപ്പോൾ നമുക്കതൊന്ന് ചുട്ടെടുക്കാം. അതിന് വേണ്ടിയിട്ട് സ്റ്റൗ ഓണാക്കി ഞാൻ ദോശത്തവയാണ് വെച്ച് കൊടുത്തിരിക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ പാലപ്പത്തിൻ്റെ ചട്ടി ഉണ്ടെങ്കിൽ അതിൽ ചെയ്തെടുക്കാം. അപ്പോൾ ദോശത്തവ നന്നായിട്ട് ചൂടായിട്ട് വരണം കേട്ടോ. നമ്മൾ മാവ് ഒഴിക്കുന്ന സമയത്ത് ദോശത്തവ നല്ല ചൂടായിരിക്കണം. അപ്പോൾ അത് നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 2 തവി മാവ് ഞാൻ ഒഴിക്കുന്നുണ്ട്. എന്നതിന് ശേഷം ചെറുതായിട്ടൊന്ന് പരത്തി കൊടുക്കാം. അപ്പോൾ ഇതിനകത്ത് ചെറിയ ചെറിയ ഹോൾസൊക്കെ വരാൻ തുടങ്ങും. ആ സമയത്ത് നമുക്ക് ഫ്ലെയിം ഏറ്റവും ലോവിലേക്ക് ആക്കിയിട്ട് അടച്ച് വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. 1 മിനിറ്റൊക്കെ ഒന്ന് വെന്താൽ മതിയാവും. അപ്പോൾ നമ്മൾ തിരിച്ചിടുന്നില്ല, ഇതേപോലെ ഇട്ടിട്ട് ഒന്ന് ചുട്ടെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതാ നമ്മുടെ ആദ്യത്തെ അപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാനിത് മാറ്റുകയാണ് കേട്ടോ. കണ്ടില്ലേ, നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് നമ്മുടെ അപ്പം. നന്നായിട്ട് ഹോൾസൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ നമുക്ക് ബാക്കിയുള്ളതെല്ലാവരും റെഡിയാക്കി എടുക്കാം. അപ്പോൾ നമ്മൾ മാവ് ഒഴിക്കുന്ന സമയത്ത് തവ നന്നായിട്ട് ചൂടായിട്ടിരിക്കണം. ഇതിനകത്ത് ചെറിയ ചെറിയ ഹോൾസ് വന്നതിന് ശേഷം നമ്മൾ ഫ്ലെയിം ഏറ്റവും ലോവിലേക്ക് ആക്കിയിട്ട് അടച്ച് വെച്ച് 1 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കുക. അത്രയേ ഉള്ളൂ. അപ്പോൾ അതാ ഞാൻ എല്ലാവരും റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നമ്മുടെ അടിപൊളി അപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കത് എന്ത് കറിയുടെ കൂടെ വേണമെങ്കിലും നിങ്ങൾക്ക് കഴിക്കാം. വെറുതെ പഞ്ചസാര ഇട്ട് കഴിക്കാനും നല്ലതാണ്, അല്ലെങ്കിൽ തേങ്ങാപ്പാൽ ചേർത്ത് കഴിക്കുകയാണെങ്കിൽ കൂടുതൽ ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്യാൻ മറക്കരുത്. നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. താങ്ക്